എറണാകുളം ജില്ലയിലെ കടൽക്ഷോഭത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ ചെല്ലാനം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എന്താണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം? വേണു, കാലങ്ങളായി ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നതാണ് കടൽക്ഷോഭം നിയന്ത്രിക്കാനായി ടെട്രാപോഡുകൾ ഉൾപ്പെടെ വരണമെന്നുള്ളത്. പക്ഷേ ആ ആവശ്യം ഈ മഴക്കാലത്തും നടപ്പായില്ല. ഇതോടെയാണ് കണ്ണമാലി ശ്രീരാമക്ഷേത്രം പരിസരത്ത് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രദേശത്ത് നൽകിയ വാഗ്ദാനങ്ങളെങ്കിലും പാലിക്കാൻ ആളുകൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കണ്ണമാലി ചെല്ലാനം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയത്. അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ജീവിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ടെട്രാപോഡുകൾ സ്ഥാപിക്കുകയും ജിയോ ബാഗുകളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അതോടുകൂടിയിട്ടാണ് ഈ തീരദേശ ജനത ഇങ്ങോട്ട് പ്രതിഷേധവുമായി എത്തേണ്ടി വന്നത്. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ കൊല്ലം ഞങ്ങൾക്ക് ഇത് തന്നെ സ്ഥിതിയാണ്. ഒരുപാട് കാലം ഞങ്ങൾക്ക് ഇത് കല്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലമായിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു ജിയോ പോലും വെക്കണില്ല. അതുകൊണ്ടാണ് സാറേ ഒന്ന് മറ്റേ പേരുടെ അകത്ത് പോലും വെള്ളം കയറിയാണ്. ചെറിയൊരു കടലേറ്റം കൊണ്ടായിട്ടും വീഴാത്തൊക്കെ എല്ലായിടത്തും വെള്ളമായിരുന്നു. വീഴാത്ത മാത്രം കയറില്ല, 2-3 സ്റ്റെപ്പൊക്കെ മുന്നിൽ ഒരു വെള്ളം കയറി നിൽക്കായിരുന്നു. MLA ഒക്കെ കടൽ ഭിത്തി നിർമ്മിക്കുന്നവരൊന്നും ചെയ്തു തന്നില്ല. ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വരെ. കഴിഞ്ഞ പ്രാവശ്യം ജിയോ ബാഗ് വെച്ചിട്ട് അതെല്ലാം കൂടി കടലിടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴവരെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യം നാട്ടുകാർ പറയുന്ന പോലെ തന്നെ അവർക്ക് കടൽ ഭിത്തിയില്ല, കടൽ വീട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ആളുകൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് നാട്ടുകാരുടെ സമരം ഇപ്പോൾ ചെല്ലാനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വേണു, ശരി. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.